ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് റംസാനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ലാൻഡേൻ്റെ ലുക്കിലുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ബോട്ടിൽ ഞാൻ ആദ്യം തന്നെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറുള്ള ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്ത ഒരു കാർഡ്ബോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയുള്ളത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, എങ്കിലും കട്ടി കുറഞ്ഞതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അത് ഇതുപോലെ ഞാൻ വീതി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ബോട്ടിലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബോട്ടിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഏത് ബ്രാൻഡിൻ്റെ ബോട്ടിലാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഓരോരോ സൈഡും ഇങ്ങനെ ചെറിയ ചെറിയ ചതുരം പോലെ ഇങ്ങനെ താഴേക്ക് ഇരിക്കുന്ന ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. ബോട്ടിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ഷേപ്പിലുള്ള ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കേടായ പഴയ ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആ വയർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീതി കൂടിയ ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതിതുപോലെ 2 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്ത ആ കാർഡ്ബോർഡിൻ്റെ പീസിൽ അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു ബോർഡർ പോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കാർഡ്ബോർഡ് പീസിൻ്റെ 2 സൈഡിലും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചരടൊക്കെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അതുമല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒക്കെ ചെറുതായിട്ടൊന്ന് ചുരുട്ടിയിട്ട് അത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തിരുന്ന ആ കാർഡ്ബോർഡിൻ്റെ പീസ് തന്നെ ഞാൻ ഇതുപോലെ വീതി കുറച്ചിട്ട് ഒരു 8 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ വീതിയിലും നീളത്തിലുമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചെറിയൊരു ലൈൻ പോലെ കാണുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റൗണ്ട് ഷേപ്പിനുള്ള ബോട്ടിലാണ് ചെയ്യുന്നതെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ അധികം വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഒരു 1/2 സെൻറ്റിമീറ്റർ വീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ബോട്ടിലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് താഴ്ഭാഗത്ത് ഇച്ചിരി വീതി കൂടുതലും മുകളിലേക്ക് പോകുന്തോറും അതിങ്ങനെ വീതി കുറഞ്ഞു വരുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസ് അധികം വീതി ഇല്ലാതെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ബോട്ടിലിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ചരടും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ആ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലായിട്ട് ആ ബോട്ടിലിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് പീസ് തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് തണ്ണിമത്തൻ്റെ കുരു നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്, അതെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് തണ്ണിമത്തൻ്റെ കുരുവിന് പകരം വേണമെങ്കിൽ വെള്ളരിയുടെ അരിയോ മത്തൻ്റെ കുരുവോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും, കുറച്ചും കൂടെ വലിപ്പമുള്ളത് കൊണ്ട് കാണാനായിട്ട് കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. തണ്ണിമത്തൻ്റെ കുരു ചെറുതായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു എടുത്ത് കാണിക്കില്ല. എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കതാണ് തോന്നിയത് കേട്ടോ. ഇപ്പം വെള്ളരിയുടെ കുരുവൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വലിപ്പമുണ്ടല്ലോ, അപ്പോൾ അത് കാണാനായിട്ട് കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ തണ്ണിമത്തൻ്റെ കുരു ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ബോട്ടിലിന് ചുറ്റും ഞാൻ എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ആ തണ്ണിമത്തൻ്റെ കുരു ഒട്ടിച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ്റെ ബീഡ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിന് വേണമെങ്കിൽ പരിപ്പൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാ കാർഡ്ബോർഡ് പീസിൻ്റെ സൈഡിലും ഗോൾഡൻ്റെ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴെ ആദ്യം ഒട്ടിച്ചു കൊടുത്ത ആ കാർഡ്ബോർഡ് പീസിൽ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തണ്ണിമത്തൻ്റെ കുരു വെച്ചിട്ട് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 തണ്ണിമത്തൻ്റെ കുരു ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ബീഡ്സും കൂടെ ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തത്. എന്നിട്ട് അതിന് സെൻറ്ററിലായിട്ട് ഇതുപോലെ ചെറിയ ബീഡ്സും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ മുകൾ ഭാഗത്തും നമ്മൾ ചരട് ഒട്ടിച്ച് കൊടുത്തില്ലേ അതിൻ്റെ മുകളിലും ഇതുപോലെ ചെറിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒട്ടിച്ച് കൊടുത്തപ്പം കുറച്ച് തണ്ണിമത്തൻ്റെ കുരു കൂടുതൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഒട്ടിച്ച് കൊടുത്തതിനേക്കാളും കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ള ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ
തോന്നിക്കുന്ന രീതിയിലാണ് ഞാൻ മുകൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ഇപ്പം ഞാൻ തണ്ണിമത്തൻ്റെ കുരുവൊക്കെ ഒട്ടിച്ച് കൊടുത്തില്ല, അതിന് പകരം നിങ്ങൾക്ക് ക്ലേ ഒക്കെ യൂസ് ചെയ്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തെ വർക്ക് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു ഐസ്ക്രീം ബോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ചെറിയൊരു ഫെവിക്കോളിൻ്റെ അടപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ഐസ്ക്രീമിൻ്റെ ആ ബോളാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ട് ഞാൻ എടുത്തിരുന്ന ആ ഫെവിക്കോളിൻ്റെ അടപ്പും കൂടെ ഇതേ രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം ബോൾ ഒട്ടിച്ച് കൊടുത്തതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതിപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ച് ചരടൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചരട് ഒട്ടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ചെറിയൊരു ബീഡ്സ് വെച്ചൊരു ലേസ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഐസ്ക്രീം ബോളിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ആ ഒരു ലേസ് പോലത്തെ സാധനം തന്നെ ഞാൻ മറ്റേ ഫെവിക്കോളിൻ്റെ ആ ക്യാപ്പ് വെച്ചില്ല അതിൻ്റെ അടിയിലും ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഡിസൈൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ബോളിൻ്റെ മുകളിൽ ഞാൻ തണ്ണിമത്തൻ്റെ കുരു ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബോട്ടിലിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ ചെറിയൊരു ബീഡ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതേ രീതിയിൽ. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കളർഫുള്ളാക്കി എടുക്കണം. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്കിൽ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ച് കൊടുത്ത തണ്ണിമത്തൻ്റെ കുരുവിനും ആ ബീഡ്സിനും ഒക്കെ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുക്കുക. ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ബോട്ടിൽ നമ്മൾ കുറച്ച് ഭാഗം ഗ്രീൻ കളറായിട്ട് തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ആ കളർ ആ രീതിയിൽ തന്നെ കാണുന്ന രീതിയിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ കളറോ കോപ്പർ കളറോ ഏതാണെങ്കിലും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. ഫസ്റ്റ് ഞാൻ ഗോൾഡൻ കളർ വെച്ചിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷേ എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് മെറ്റാലിക് കോപ്പർ വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാ ഭാഗത്തും ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ക്ലേ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.